ലോകം ശ്വാസം പിടിച്ചു നിന്ന 2008 അവസാന മാസങ്ങൾ. ലെഹ്മാൻ ബ്രദേഴ്സ് തകർന്നു വീണപ്പോൾ ആ ശബ്ദം വാൾ സ്ട്രീറ്റിൽ മാത്രമല്ല കേട്ടത്. സാധാരണക്കാരൻ്റെ അടുക്കളയിലേക്കും ഉറങ്ങിക്കിടന്ന കുട്ടികളുടെ സ്വപ്നങ്ങളിലേക്കും അതിൻ്റെ പ്രതിധ്വനി പാഞ്ഞുകയറി. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കും അവിടെ നിന്ന് ഏഷ്യയിലേക്കും പടർന്ന ആ സാമ്പത്തിക മഹാമാരിയുടെ പേര് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നായിരുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം വിശ്വാസത്തിൻ്റെ തകർച്ചയായിരുന്നു. ബാങ്കുകൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ജനങ്ങളുടെ ഭാവി ആരും രക്ഷിച്ചില്ല. സർക്കാരുകൾ ബില്യണുകൾ ചെലവഴിച്ച് ധനകാര്യ ഭീമന്മാരെ നിലനിർത്തുമ്പോൾ ജപ്തി ചെയ്യപ്പെട്ടത് സാധാരണ മനുഷ്യരുടെ വീടുകളായിരുന്നു. ആ ഇരുട്ടിൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമുയർന്നു: പണം ആരുടേതാണ്? അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? 2008 ഒക്ടോബറിൽ ഒരു ക്രിപ്റ്റോഗ്രഫി മെയിലിംഗ് ലിസ്റ്റിൽ ഒരു പ്രമാണമെത്തി: ബിറ്റ്കോയിൻ, എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം. അതിൻ്റെ രചയിതാവ് സതോഷി നകാമോട്ടോ. ആ പേര് ഒരു വ്യക്തിയുടേതാണോ, ഒരു സംഘത്തിൻ്റേതാണോ, അതോ വെറുമൊരു ആശയമാണോ എന്ന് ഇന്നും ലോകത്തിന് വ്യക്തമല്ല. പക്ഷേ ആ വൈറ്റ് പേപ്പറിലെ 9 പേജുകൾ ആയിരക്കണക്കിന് പേജുകളുള്ള സാമ്പത്തിക ചരിത്രത്തെ വെല്ലുവിളിച്ചു. വിശ്വാസം എന്ന സങ്കല്പം മനുഷ്യരിൽ നിന്ന് ഗണിതത്തിലേക്ക് മാറ്റുന്ന പുതിയൊരു സംവിധാനം അവിടെ നിർദ്ദേശിക്കപ്പെട്ടു. ഇടനിലക്കാരില്ലാതെ, ബാങ്കുകളില്ലാതെ, സർക്കാരുകളുടെ ഇടപെടലുകളില്ലാതെ നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മൂല്യം കൈമാറാൻ കഴിയുന്ന ഡിജിറ്റൽ കറൻസി. 2009 ജനുവരി 3 സതോഷി ആദ്യ ബ്ലോക്ക് മൈൻ ചെയ്തു, ജെനസിസ് ബ്ലോക്ക്. അതിൽ അദ്ദേഹം ഒരു വാചകം ഒളിപ്പിച്ചിരുന്നു: ചാൻസലർ ഓൺ ബ്രിങ്ക് ഓഫ് സെക്കൻഡ് ബെയിൽ ഔട്ട് ഫോർ ബാങ്ക്സ്. അത് വെറുമൊരു വാർത്താ തലക്കെട്ടായിരുന്നില്ല, മറിച്ച് ശക്തമായൊരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. ബാങ്കുകൾ വീണ്ടും പൊതുപണം ഉപയോഗിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് മറ്റൊരു വഴിയുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അടയാളമായിരുന്നു അത്. ആ ബ്ലോക്കിന് ശേഷം ഓരോ 10 മിനിറ്റിലും പുതിയ ബ്ലോക്കുകൾ പിറക്കാൻ തുടങ്ങി. ഒരു ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് പോലെ ബ്ലോക്ക് ചെയിൻ സജീവമായി. 2009 ജനുവരി 12 ചരിത്രത്തിലെ ആദ്യ ഇടപാട് നടന്നു. സതോഷി 10 ബിറ്റ്കോയിനുകൾ ഹാൽ ഫിന്നി എന്ന ക്രിപ്റ്റോഗ്രാഫർക്ക് അയച്ചു. റണ്ണിംഗ് ബിറ്റ്കോയിൻ എന്ന് ഹാൽ ഫിന്നി കുറിച്ചപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പരീക്ഷണം എന്നതിലുപരി ഒരു ആശയം പ്രവർത്തനക്ഷമമായെന്ന പ്രഖ്യാപനമായിരുന്നു. അന്ന് ആ 10 ബിറ്റ്കോയിനുകൾക്ക് വിപണി മൂല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവയുടെ പ്രതീകാത്മക മൂല്യം അനന്തമായിരുന്നു: അധികാരമില്ലാത്ത പണത്തിൻ്റെ ജനനം. ബിറ്റ്കോയിൻ അതിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഒരു ചെറിയ സമൂഹത്തിൻ്റെ പരീക്ഷണമായിരുന്നു. ഫോറങ്ങളിലൂടെയും കോഡ് അപ്ഡേറ്റുകളിലൂടെയും അജ്ഞാതരായ ഡെവലപ്പർമാർ ചേർന്ന് അത് മെച്ചപ്പെടുത്തി. 2010 ഒരു പ്രോഗ്രാമർ 10,000 ബിറ്റ്കോയിൻ നൽകി 2 പിസ്സ വാങ്ങി. ഇന്നത് ബിറ്റ്കോയിൻ പിസ്സ ഡേ ആയി ഓർക്കപ്പെടുന്നു. ആ ഇടപാട് ലോകത്തെ ചിരിപ്പിച്ചെങ്കിലും അതൊരു നിർണായക ഘട്ടമായിരുന്നു. ഡിജിറ്റൽ കോഡ് യാഥാർത്ഥ്യ ലോകത്തിലെ വസ്തുക്കളുമായി കൈമാറ്റം ചെയ്യപ്പെട്ട ആദ്യ നിമിഷം. 2011 സതോഷി അപ്രത്യക്ഷനായി. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശം. ഒരു നേതാവില്ലാത്ത വിപ്ലവം മാത്രമേ നിലനിൽക്കൂ എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ കിടക്കുന്ന ഏകദേശം 1 മില്യൺ ബിറ്റ്കോയിനുകൾ ഇന്നുവരെ നീങ്ങിയിട്ടില്ല. അതൊരു നിശബ്ദ പ്രതിജ്ഞ പോലെയാണ്. ഈ സംവിധാനം ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ലെന്ന് തെളിയിക്കുന്നു. ഇന്ന് ബിറ്റ്കോയിൻ വെറുമൊരു കറൻസിയല്ല, അതൊരു ആശയ സംഹിതയാണ്. ഇതിൻ്റെ അടിസ്ഥാനം ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയാണ്. ഓരോ ഇടപാടും പൊതു ലെഡ്ജറിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഒരു ബ്ലോക്ക് തിരുത്തണമെങ്കിൽ അതിനുശേഷം വന്ന എല്ലാ ബ്ലോക്കുകളും തിരുത്താം. അതിനായി ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടിംഗ് കരുത്തിനെ മറികടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് മാറ്റം വരുത്താൻ സാധിക്കാത്തതാണ്. വിശ്വാസം ഇനി ഒരു സ്ഥാപനത്തിലല്ല, മറിച്ച് ഗണിതത്തിലാണ് നിക്ഷിപ്തമാകുന്നത്. ബിറ്റ്കോയിൻ ഖനനം ഒരു ആഗോള മത്സരം പോലെയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൈനർമാർ സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്നു. ഇതിന് പ്രതിഫലമായി അവർക്ക് ബിറ്റ്കോയിനുകൾ ലഭിക്കുന്നു. പക്ഷേ ആ പ്രതിഫലം ഓരോ 4 വർഷം കൂടുമ്പോഴും ഹാൽവിംഗ് വഴി പകുതിയായി കുറയുന്നു. അപൂർവത വർദ്ധിപ്പിക്കുന്ന ഈ സംവിധാനം ബിറ്റ്കോയിനെ ഒരു ഡിജിറ്റൽ സ്വർണം പോലെ മാറ്റി. പരമാവധി 21 മില്യൺ ബിറ്റ്കോയിനുകൾ മാത്രമേ ലോകത്തുണ്ടാകൂ. ഇത് കേന്ദ്ര ബാങ്കുകൾക്ക് ഇഷ്ടമുള്ള പോലെ അച്ചടിക്കാൻ കഴിയുന്ന കറൻസിയല്ല. ബിറ്റ്കോയിൻ വിവാദങ്ങളില്ലാത്തതല്ല. അതിൻ്റെ വില കുത്തനെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ചിലർ അതിനെ കുമിള എന്ന് വിളിക്കുന്നു, മറ്റു ചിലർ അത് ഭാവിയുടെ പണം എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിനെ അവഗണിക്കാൻ ഇനി ലോകത്തിന് കഴിയില്ല. വൻകിട കമ്പനികൾ പോലും ഇന്ന് അത് തങ്ങളുടെ ബാലൻസ് ഷീറ്റുകളിൽ ഉൾപ്പെടുത്തുന്നു. ചില രാജ്യങ്ങൾ അത് നിയമപരമായ വിനിമയ മാർഗമായി അംഗീകരിച്ചു കഴിഞ്ഞു. സതോഷി ആരാണെന്നത് ഒരു രഹസ്യമായി തുടരുമെങ്കിലും
അദ്ദേഹത്തിൻ്റെ ആശയം ലോകത്തിനു മുന്നിൽ തുറന്നു കിടക്കുന്നു. ഓരോ പുതിയ ബ്ലോക്കും ഒരു സന്ദേശം ആവർത്തിക്കുന്നു: സ്വാതന്ത്ര്യം സാധ്യമാണ്. സാമ്പത്തിക അധികാരത്തിൻ്റെ കേന്ദ്രീകരണം മനുഷ്യരെ അടിമകളാക്കുന്നുവെങ്കിൽ വികേന്ദ്രീകരണമാണ് അതിൻ്റെ മറുപടിയെന്ന് ബിറ്റ്കോയിൻ ലോകത്തോട് പറയുന്നു. പണം ഇനി വെറും കടലാസോ അക്കമോ അല്ല. അതൊരു കരാറാണ്. സമൂഹം തമ്മിൽ വിശ്വസിക്കാൻ തീരുമാനിച്ച ഒരു കരാർ. ബിറ്റ്കോയിൻ ആ കരാറിനെ പുതുക്കി എഴുതിയിരിക്കുന്നു. ബാങ്കുകളുടെ ചില്ലുമേടുകൾക്കും സർക്കാരുകളുടെ മുദ്രകൾക്കുമപ്പുറം ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥ നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഇപ്പോഴും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ 2009 ജനുവരി 3 പിറന്ന ആ ആദ്യ ബ്ലോക്കിൻ്റെ ഹൃദയമിടിപ്പ് ഇന്നും നിലയ്ക്കാതെ തുടരുന്നു. ഓരോ 10 മിനിറ്റിലും ഒരേ താളത്തിൽ, ഒരേ സന്ദേശത്തോടെ. അധികാരം ഗണിതത്തിലേക്ക് മാറിയിരിക്കുന്നു.